ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന രണ്ട് പ്രധാനപ്പെട്ട വേർഡ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ വേർഡാണ് വാട്ട് എവർ. എന്താണ് വാട്ട് എവർ? രണ്ടാമത്തെ വേർഡാണ് വെനെവർ. വാട്ട് എവർ ആൻഡ് വെനെവർ. എന്താണ് വാട്ട് എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ അല്ലെങ്കിൽ എന്താണോ, എന്തൊക്കെയാണോ എന്താണോ. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിവിടെ കൊണ്ടുവരൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് എനിക്ക് തരൂ. അവൻ എപ്പോഴൊക്കെയാണോ ഇവിടെ വരാറുള്ളത് അപ്പോഴൊക്കെ അവൻ എന്നോട് സംസാരിക്കാറുണ്ട്, അല്ലേ? ഇതുപോലുള്ള സെൻറ്റൻസുകൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസ് ആണ്, നിന്റെ അടുത്ത് എന്താണോ ഉള്ളത് അതെല്ലാം നിനക്ക് ഇവിടെ കൊണ്ടുവരാം. എന്താ പറഞ്ഞേ? നിന്റെ അടുത്ത് എന്താണോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം നിനക്ക് ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ആദ്യം എൻ്റെ അടുത്തുണ്ട് ഐ ഹാവ്. നിന്റെ അടുത്തുണ്ട് യു ഹാവ്. അവൻ്റെ അടുത്തുണ്ട് അല്ലെങ്കിൽ അവൻക്കുണ്ട് ഹി ഹാസ്, അല്ലേ? അവൾക്കുണ്ട് അല്ലെങ്കിൽ അവളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ അവളുടെ അടുത്തുണ്ടെങ്കിൽ പറയാം ഷീ ഹാസ്. ഓക്കെ, പറയാം യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിന്റെ അടുത്തുണ്ട്. ഇത് ഈ പറയുന്ന ചെറിയ സെൻറ്റൻസിന് മുന്നേ എന്ത് ചേർക്കുക? വാട്ട് എവർ ചേർക്കും. എന്തായി? വാട്ട് എവർ യു ഹാവ്. വാട്ട് എവർ യു ഹാവ്. നിന്റെ അടുത്ത് എന്താണോ ഉള്ളത് അതെല്ലാം. ഇവിടെ അതെല്ലാം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വേർഡ് ചേർക്കരുത്. എക്സ്ട്രാ വേർഡ് ചേർക്കാതെ ഇവിടെ നമ്മൾ കോമയാണ് ഉപയോഗിക്കുക, കോമ. അപ്പോൾ എന്തായി? വാട്ട് എവർ യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോമ ഇട്ട് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഒരു വാട്ട് എവർ യു ഹാവ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ക്ലോസ് സെൻറ്റൻസിൻ്റെ മീനിങ് ആണ് എന്തെല്ലാമാണോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെല്ലാം. ഉണ്ടോ? ഇവിടെ വരെ മീനിങ് ആയി. യു ക്യാൻ ബ്രിങ് ഹിയർ. നിനക്ക് ഇവിടെ കൊണ്ടുവരാം. യു ക്യാൻ ബ്രിങ് ഹിയർ. അപ്പോൾ എന്തായി? വാട്ട് എവർ യു ഹാവ് യു ക്യാൻ ബ്രിങ് ഹിയർ. ഇനി ഇതേ സെൻറ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാം. ഈ സെൻറ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, ഈ പാർട്ട്, ഈ ക്ലോസ്, ഇത് ആദ്യം പറയാം. ഇങ്ങനെ യു ക്യാൻ ബ്രിങ് ഹിയർ. യു ക്യാൻ ബ്രിങ് ഹിയർ വാട്ട് എവർ യു ഹാവ്. എന്താ പറഞ്ഞ്? യു ക്യാൻ ബ്രിങ് ഹിയർ വാട്ട് എവർ യു ഹാവ്. നിന്റെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിവിടെ കൊണ്ടുവരാമെന്നായി. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വാട്ട് എവർ അതുപോലെ വെനെവർ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരുന്ന ഈ ഒരു ചെറിയ സെൻറ്റൻസ് ഉണ്ടല്ലോ, അതുണ്ടല്ലോ, അതിൽ നമ്മൾ ഷേളോ വില്ലോ ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടി വിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് ഫ്യൂച്ചറിൽ, ഭാവിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതരുത്. എങ്ങനെ? നമുക്കറിയാം യു വിൽ ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടുന്നല്ലേ. അപ്പോൾ ഇവിടെ വാട്ട് ഇവിടെ ചേർക്കാണ് വാട്ട് എവർ യു വിൽ ഗെറ്റ്. നിങ്ങൾക്ക് എന്തെല്ലാമാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ കിട്ടുന്നത്, ഭാവിയിൽ നിനക്ക് എന്താണോ കിട്ടുന്നത്. അപ്പോൾ ഭാവിയിൽ നമ്മൾ പറയുമ്പോൾ വിൽ ചേർക്കരുത്. അതിൻ്റെ കാരണം എന്താ പറയുക? അതിൻ്റെ കാരണം വെനെവർ അതുപോലെ വാട്ട് എവർ വെനെവർ ഇതിൻ്റെ കൂടെ നമ്മൾ ഷേളോ വില്ലോ ചേർക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഭാവിയെക്കുറിച്ച് പറയണമെങ്കിൽ അവിടെ സിമ്പിൾ പ്രസൻ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് സിമ്പിൾ പ്രസൻറ്റ്? വാട്ട് എവർ യു ഗെറ്റ്, നിനക്ക് എന്താണോ കിട്ടാറുള്ളത് അല്ലെങ്കിൽ നിനക്ക് എന്താണോ കിട്ടുന്നത്, രണ്ടർത്ഥമാണ്. വാട്ട് എവർ യു ഗെറ്റ്, നിനക്ക് എന്താണോ കിട്ടുന്നത് അല്ലെങ്കിൽ നിനക്ക് എന്താണോ കിട്ടാറുള്ളത്, രണ്ടർത്ഥമായി. ഓക്കെ, അപ്പോൾ രണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, മറക്കരുത്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. എന്താണ്? ഇവിടെ എപ്പോഴൊക്കെയാണോ അവൻ ഇവിടെ വരാറുള്ളത് അപ്പോഴൊക്കെ ഞാൻ അവനോട് സംസാരിക്കാറുണ്ട്. ഉണ്ടോ? അപ്പം ഞാൻ അവനോട് സംസാരിക്കാറുണ്ട് എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. ക്ലിയർ? നോക്കാം. എപ്പോഴൊക്കെയാണെന്ന് പറയാം വെനെവർ. ഞാൻ ചേർത്തു വെനെവർ. അവൻ ഇവിടെ വരാറുള്ളത്. ഹീ കംസ് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ വരാറുണ്ട്. വെനെവർ ചേർത്താലോ? വെനെവർ ഹീ കംസ് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണോ അവൻ ഇവിടെ വരാറുള്ളത് അപ്പോഴൊക്കെ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നോ എക്സ്ട്രാ വേർഡ് ഇല്ല, ജസ്റ്റ് കോമ. ഓക്കെ, വെനെവർ ഹീ കംസ് ഹിയർ ഐ ടോക്ക് ടു ഹിം. എപ്പോഴൊക്കെയാണോ അവൻ ഇവിടെ വരാറുള്ളത് ഞാൻ അവനോട് സംസാരിക്കാറുണ്ട്. സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇനി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. എങ്ങനെ? ഐ ടോക്ക് ടു ഹിം വെനെവർ ഹീ കംസ് ഹിയർ. എന്താ പറഞ്ഞ്? ഐ ടോക്ക് ടു ഹിം
whenever he comes. അങ്ങനെയും പറയാം. ക്ലിയർ? ഇനി നമ്മുടെ മൂന്നാമത്തെ സെൻറ്റൻസ് ആണ്. നിനക്ക് എന്താണോ വേണ്ടത്, നിനക്ക് എന്താണോ വേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്ക് വേണം, ഐ വോണ്ട്, അല്ലേ? ഷീ വോണ്ട്സ്, അവൾക്ക് വേണം. യു വോണ്ട്, നിങ്ങൾക്ക് വേണം, അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ ഹീ വോണ്ട്സ്, ഇവിടെ എസ് വന്നു, അതിന് കാരണം സിംഗുലർ ആയതുകൊണ്ട് കേട്ടോ. ഹീ വോണ്ട്സ്, ഷീ വോണ്ട്സ്, ഐ വോണ്ട്. ഇവിടെ നമ്മൾ ചേർക്കുകയാണ് വാട്ട് എവർ. എന്തായി? വാട്ട് എവർ. വാട്ട് എവർ ഷീ വോണ്ട്സ്, വാട്ട് എവർ ഷീ വോണ്ട്സ്, അവൾക്ക് എന്താണോ വേണ്ടത്, അല്ലേ? അർത്ഥം അവൾക്ക് എന്താണോ വേണ്ടത് അത് എന്നർത്ഥമായി. അതുപോലെ ഞാൻ ഇവിടെ ചേർക്കുകയാണ് വാട്ട് എവർ. വാട്ട് എവർ. വാട്ട് എവർ ഐ വോണ്ട്, വാട്ട് എവർ ഐ വോണ്ട്, എന്താണോ എനിക്ക് വേണ്ടത്, എന്തൊക്കെയാണോ എനിക്ക് വേണ്ടത് അതെല്ലാം എന്നർത്ഥമായി. ഇവിടെ എന്തിനാണ് വാട്ട് എവർ ഷീ വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ അവൾക്ക് വേണ്ടത് അതെല്ലാം, അതെല്ലാം എന്ന് പറഞ്ഞു മൊത്തം വന്നു. ഓക്കെ. അതുപോലെ വാട്ട് എവർ ഐ വോണ്ട്, എന്തൊക്കെയാണോ എനിക്ക് വേണ്ടത് അതെല്ലാം. അതുപോലെ ഇവിടെയും പറയാണ് വാട്ട് എവർ. വാട്ട് എവർ യു വോണ്ട്, വാട്ട് എവർ യു വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വാട്ട് എവർ യു വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം, അല്ലെങ്കിൽ നിനക്ക് എന്താണോ വേണ്ടത് അത്, അല്ലെങ്കിൽ അതെല്ലാം എന്നായി. അതുപോലെ നമുക്ക് ഇവിടെയും എഴുതാം. പറഞ്ഞു വരുന്നത് നമ്മൾ വാട്ട് എവർ ചേർക്കുമ്പോൾ ഇവിടെ മീനിങ് എന്താണെന്ന് അറിയോ? വാട്ട് എവർ ഹീ വോണ്ട്സ്, എന്തൊക്കെയാണോ അവൻക്ക് വേണ്ടത് അതെല്ലാം. അപ്പോൾ ഇവിടെ അതെല്ലാം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ സെൻറ്റൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, വന്നിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഇവിടെ നോക്കാം. നിനക്ക് എന്താണോ വേണ്ടത് കേട്ടോ, വാട്ട് എവർ യു വോണ്ട്, വാട്ട് എവർ യു വോണ്ട്, നിനക്ക് എന്താണോ വേണ്ടത് കോമ വന്നു അതെല്ലാം. അപ്പോൾ അത് അല്ലെങ്കിൽ അതെല്ലാം എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ കോമ ഉപയോഗിച്ചു. ഓക്കെ. യു ക്യാൻ ബൈ ഫ്രം ദാറ്റ് ഷോപ്പ്, നിനക്ക് ആ കടയിൽ നിന്ന് വാങ്ങാം, നിനക്ക് ആ കടയിൽ നിന്ന് വാങ്ങാം. യു ക്യാൻ ബൈ ഫ്രം ദാറ്റ് ഷോപ്പ്. വാട്ട് എവർ യു വോണ്ട്, വാട്ട് എവർ യു വോണ്ട്, യു ക്യാൻ ബൈ ദാറ്റ്, അല്ലെങ്കിൽ യു ക്യാൻ ബൈ ഫ്രം ദാറ്റ് ഷോപ്പ്, യു ക്യാൻ ബൈ ഫ്രം ദാറ്റ് ഷോപ്പ്. ഓക്കെ. ഇനി നമുക്ക് ഇതിങ്ങനെ പറയാം. എങ്ങനെ? യു ക്യാൻ ബൈ ഫ്രം ദാറ്റ് ഷോപ്പ് വാട്ട് എവർ യു വോണ്ട് എന്ന് പറഞ്ഞ് യു ക്യാൻ ബൈ ഫ്രം ദാറ്റ് ഷോപ്പ് വാട്ട് എവർ യു വോണ്ട്. ക്ലിയർ? ഇനി നമ്മുടെ അടുത്ത സെൻറ്റൻസ് ആണ്. അവൻ എപ്പോഴൊക്കെയാണോ അവളെ കാണുന്നത്, ഉണ്ടോ? ഇതെന്താണ്? ഫ്യൂച്ചറാണ്, ഭാവിയിലാണ്. അവൻ എപ്പോഴൊക്കെയാണോ അവളെ കാണുന്നത് അപ്പോഴൊക്കെ അവൻ എന്നെ കുറിച്ച് അവളോട് ചോദിക്കും. എന്താ പറഞ്ഞ്? ഉണ്ടോ? അവൻ എപ്പോഴൊക്കെയാണോ അവളെ കാണുന്നത് അപ്പോഴൊക്കെ അവൻ എന്നെ കുറിച്ച് അവളോട് ചോദിക്കുന്നതായി. എന്താണ്? ഫ്യൂച്ചറാണ്. അപ്പോൾ ഫ്യൂച്ചർ ആണെങ്കിലും നമ്മൾ വെനെവർ അല്ലെങ്കിൽ വാട്ട് എവർ ശേഷം എന്ത് വയ്ക്കരുത്? ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷാലോ വില്ലോ ചേർക്കരുത്. അവിടെ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ പറയണം വെനെവർ ഹി മീറ്റ്സ് ഹെർ. കേട്ടോ, വെനെവർ ഹി മീറ്റ്സ് ഹെർ, അവൻ എപ്പോഴൊക്കെയാണോ അവളെ കാണുന്നത് അപ്പോഴൊക്കെ. കേട്ടോ, ഇവിടം വരെ മീനിങ് വന്നു. ഈ ഒരു ഇവിടം വരെ മീനിങ് വന്നതില്ല. ഇവിടെ വെനെവർ ഹി മീറ്റ്സ് ഹെർ കോമ, അത് കഴിഞ്ഞിട്ട് ഹി വിൽ ആസ്ക് ഹെർ, ഹി വിൽ ആസ്ക് ഹെർ, അവൻ അവളോട് ചോദിക്കും അബൌട്ട് മീ, എന്നെക്കുറിച്ച്. എന്താണ്? എന്നെക്കുറിച്ച്. നമുക്ക് ഇങ്ങനെയും പറയാം. ഇങ്ങനെ ഹി വിൽ ആസ്ക് ഹെർ അബൌട്ട് മീ വെനെവർ ഹി മീറ്റ്സ് ഹെർ. ഉണ്ടോ? വെനെവർ ഹി മീറ്റ്സ് ഹെർ, എപ്പോഴൊക്കെയാണോ അവൻ അവളെ കാണുന്നത് അപ്പോഴൊക്കെ ഹി വിൽ ആസ്ക് ഹെർ അബൌട്ട് മീ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് എപ്പോഴൊക്കെ നീ അവിടെ പോകുന്നുവോ. കണ്ടോ? എപ്പോഴൊക്കെ നീ അവിടെ പോകുന്നുവോ, ഫ്യൂച്ചറാണ്, ഭാവിയെക്കുറിച്ചാണ്. പക്ഷേ വെനെവർ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഷേളോ വില്ലോ ചേർക്കരുത്. ഓക്കെ, ചേർക്കാൻ നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റ് ചേർക്കാം, സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഒട്ടുമിക്ക ടെൻസും ഇവിടെ നമുക്ക് ഉപയോഗിക്കാം വെനെവർ ശേഷം. പക്ഷേ നോട്ട് ഫ്യൂച്ചർ, നോട്ട് ഫ്യൂച്ചർ. അപ്പോൾ എന്ന് പറയാം വെനെവർ യു ഗോ ദെയർ. ഉണ്ടോ? വെനെവർ യു ഗോ ദെയർ, എപ്പോഴൊക്കെയാണോ നീ അവിടെ പോകുന്നത്. ഉണ്ടോ? അപ്പോഴൊക്കെ, അപ്പോഴൊക്കെ കോമ വന്നു കേട്ടോ, കോമ വന്നു. അപ്പോഴൊക്കെ നീ എന്നെ അറിയിക്കണം, നീ എന്നെ അറിയിക്കണം. ഇതൊരു നോർമൽ അഡ്വൈസ് ആവാം. ഇവിടെ നമുക്ക് ഷുഡ് ചെയ്താൽ കുഴപ്പമില്ല. യു ഷുഡ് ഇൻഫോം മീ, അല്ലെങ്കിൽ യു ഹാവ് ടു ഇൻഫോം മീ, നിനക്കെന്നെ അറിയിക്കേണ്ടതുണ്ട്. കേട്ടോ, നിനക്കെന്നെ അറിയിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അറിയിക്കണം. യു ഹാവ് ടു ഇൻഫോം മീ എന്ന് പറയാം, അല്ലെങ്കിൽ യു ഷുഡ് ഇൻഫോം മീ. അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് അറിയിക്കുന്നത് പറയുമ്പോൾ യു മസ്റ്റ് ഇൻഫോം മീ, എങ്ങനെയും പറയാം. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയും പറയാം ഇവിടെ. ഇനി നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.